ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ എന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്നാൽ ആ വിചാരം തെറ്റാണ്. അതായത് അസ്വസ്ഥത ഉളവാക്കുന്ന വളരെ വിചിത്രമായ അത്രയേറെ പേടിപ്പെടുത്തുന്ന ഭീകര സംഘടനകളുടെ കോട്ടയാണത്. യക്കൂസകൾ എന്ന നരാധമ കൂട്ടങ്ങളുടെ വിഹാര കേന്ദ്രം. എമ്പുരാനിൽ എബ്രഹാം ഖുറേഷിയും നേരിടാൻ പോകുന്നത് ഇവരെ തന്നെയാണ്. ഒരു ഒത്ത എതിരാളി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ മാഫിയ കൂട്ടങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന ചരിത്രം ഒന്നറിഞ്ഞാലോ? ഏകദേശം 1700-കൾക്ക് മുമ്പ് തൊട്ടേ ഈ കൂട്ടങ്ങൾ ജപ്പാനെ പേടിപ്പെടുത്താൻ തുടങ്ങിയതാണ്. കാലം മുമ്പോട്ട് പോകെ അവരുടെ ക്രൂരതകൾക്കും കുറ്റകൃത്യങ്ങൾക്കും എണ്ണം കൂടുന്നതല്ലാതെ അവർ ഒരിക്കലും മറിച്ച് ആലോചിച്ചിരുന്നില്ല. അവരെന്തിനങ്ങനെ ആലോചിക്കണം? അവരെ നേരിടാൻ പോകുന്ന ഒരു ശക്തിയും ഇന്നീ ലോകത്തില്ല. ജപ്പാനിൽ നിലനിന്ന രണ്ട് വ്യത്യസ്ത ബഹിഷ്കൃത ഗ്രൂപ്പുകളിൽ നിന്നുള്ള കൂട്ടങ്ങൾ സംയോജിച്ച് പുതിയ ഒരു കൂട്ടമായി സംയോജിച്ചാണ് ഈ യക്കൂസകളുടെ ഉത്ഭവം. ടെക്കിയയും ബക്കൂട്ടയും ആണ് ആ കൂട്ടങ്ങൾ. ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിച്ച് ഉത്സവങ്ങളിലും വിപണികളിലും താഴ്ന്ന നിലവാരമുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരുതരം അലഞ്ഞു തിരിയുന്ന കച്ചവടക്കാരാണവർ. പല ടെക്കിയകളും ബുരാക്കുമിൻ സാമൂഹിക വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുമാണ്. അഥവാ അവിടുത്തെ ഒരു അപരിഷ്കൃത അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള പച്ചയായ മനുഷ്യരുടെ കൂട്ടം. വാസ്തവത്തിൽ 4 തട്ടുകളുള്ള ജാപ്പനീസ് ഫ്യൂഡൽ സാമൂഹിക ഘടനയ്ക്കും താഴെയാണ് ഇവരുടെ സ്ഥാനം. ഇപ്പൊ ഏകദേശം അവരുടെ അവസ്ഥ മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ 1700-കളുടെ തുടക്കത്തിൽ ഒരു വലിയ മുന്നേറ്റം ജപ്പാനിൽ നടക്കുകയാണ്. അതായത് അക്കാലത്തെ ഫ്യൂഡൽ വ്യവസ്ഥ ആയതുകൊണ്ട് തന്നെ മേലധികാരിയാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലായിരുന്നു. അത്ര വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവനാണെങ്കിൽ കൂടി നല്ല രീതിയിൽ പീഡനമൊക്കെ നേരിടേണ്ടി വരുമായിരുന്നു. സാഹചര്യങ്ങൾ അപ്പോൾ അങ്ങനെ കുഴപ്പത്തിലായിരിക്കുമ്പോഴാണ് ടെക്കിയകൾ മേലധികാരികളുടെയും കീഴ് മേലധികാരികളുടെയും നേതൃത്വത്തിൽ പുതിയ മറ്റൊരു ഗ്രൂപ്പിന് തറക്കല്ലിടുന്നത്. ഉയർന്ന വിഭാഗങ്ങളിൽ നിന്നുള്ള ഒളിച്ചോടിയവരുടെ പിന്തുണയോടെ ടെക്കിയകൾ ടർഫ് യുദ്ധങ്ങൾ, സംരക്ഷണ റാക്കറ്റുകൾ തുടങ്ങിയ സാധാരണ സംഘടിത കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെടാൻ തുടങ്ങി. പിന്നീട് 1735-ലൊക്കെ ആയപ്പോഴേക്കും ഈ ടെക്കിയയിലെ വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഗുണ്ടാ സംഘങ്ങൾ ഒരു തീരുമാനത്തിലെത്തി. നിലനിൽപ്പിന്റെ ഭാഗമായി ഒന്ന് ശാന്തമാകാനും കുറ്റകൃത്യങ്ങളൊക്കെ കുറയ്ക്കുവാനും ഒക്കെ. അപ്പോൾ അതിനുവേണ്ടി അവർ ഗ്രൂപ്പിനുള്ളിൽ തന്നെ ഔദ്യോഗികമായി അംഗീകരിച്ച മേലധികാരികളെ തന്നെ നിയമിച്ചു. അവരാണ് ഈ ഒയാബോണുകൾ. ഇവരെപ്പറ്റി പറയുകയാണെങ്കിൽ ഒയാബോണുകൾക്ക് ഒരു കുടുംബ പേര് ഉപയോഗിക്കാനും വാള് വഹിക്കാനും ഒക്കെ അക്കാലത്ത് അനുവാദം ഉണ്ടായിരുന്നു. മുമ്പ് സമുറായികൾക്ക് മാത്രം അനുവദിച്ചിരുന്ന ഒരു ബഹുമതിയായിരുന്നു അത്. അപ്പോൾ ഈ ടെക്കിയ കുടുംബങ്ങളുടെ തലവന്മാർ എന്ന നിലയിൽ മേലധികാരികളുടെ സ്ഥാനത്തേക്കാണ് ഒയാബോണുകളെ കണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായില്ലേ? എങ്കിൽ നമുക്കിനി യക്കൂസയ്ക്ക് കാരണമായ രണ്ടാമത്തെ വിഭാഗമായ ബക്കൂട്ടോ അഥവാ ചൂതാട്ടക്കാരെ കുറിച്ച് അറിയാം. ടോക്കുഗാവ കാലഘട്ടത്തിൽ ചൂതാട്ടം കർശനമായി നിരോധിച്ചിരുന്നു. ഇന്നും മാറ്റമൊന്നുമില്ല, പക്ഷേ ജപ്പാനിൽ ഇത് നിയമവിരുദ്ധമായി ഇപ്പോഴും തുടരുന്നുണ്ട്. ഡെഡ് ഗെയിമുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫനഫുഡ കാർഡ് ഗെയിമുകളൊക്കെ ഉപയോഗിച്ചോ സംശയിക്കാത്ത അടയാളങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ബക്കൂട്ടോകൾ ചൂതാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. അവർ പലപ്പോഴും ശരീരത്തിലുടനീളം വർണ്ണാഭമായ ടാറ്റുകളൊക്കെ ധരിച്ചിരുന്നു. ഇത് ആധുനിക യക്കൂസകൾക്കിടയിൽ ശരീരത്തിൽ പൂർണ്ണമായും ടാറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പ്രചോദനമായി. ചൂതാട്ടക്കാർ എന്ന നിലയിൽ അവരുടെ പ്രധാന ബിസിനസ്സിൽ നിന്ന് ബക്കൂട്ടോകൾ സ്വാഭാവികമായും വായ്പാ തട്ടിപ്പിലേക്കും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ വ്യാപിച്ചിരുന്നു. ഇന്നും ചില യക്കൂസ സംഘങ്ങൾ തങ്ങൾ എങ്ങനെയാണ് ഭൂരിഭാഗം പണവും സമ്പാദിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഏത് കൂട്ടത്തിലാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് ടെക്കിയ അല്ലെങ്കിൽ ബക്കൂട്ടോ ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അവരിങ്ങനെ സംഘടിച്ച് ഒറ്റ ഗ്രൂപ്പായി എങ്കിലും അവരുടെ മുൻകാല ഗ്രൂപ്പുകൾ അനുഷ്ഠിച്ച മിക്ക വിശ്വാസങ്ങളും ചടങ്ങുകളും ആചാരങ്ങളും ഒക്കെ അവർ നിലനിർത്തുന്നുമുണ്ട്. ഇനി നമുക്ക് ആധുനിക യക്കൂസകളിലേക്ക് കടക്കാം. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിന് ശേഷം യക്കൂസ സംഘങ്ങൾ വീണ്ടും ജനപ്രീതി നേടി തുടങ്ങി. 2007-ൽ ജാപ്പനീസ് സർക്കാർ കണക്കാക്കിയത് പ്രകാരം ജപ്പാനിലും വിദേശത്തും ഒക്കെയായി ഏകദേശം ഒരു 2500 വ്യത്യസ്ത കുടുംബങ്ങളിലായി 1,02,000-ലധികം യക്കൂസ അംഗങ്ങൾ ഉണ്ട് എന്നാണ്. ഇന്നത്തെ യക്കൂസ സംസ്കാരത്തിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് അവരുടെ ശരീരത്തിലുടനീളമുള്ള പ്രത്യേക ടാറ്റോവും കൂടെ ആ ടാറ്റ് ചെയ്യുന്ന വിചിത്രമായ രീതിയൊക്കെയാണ്. ആധുനിക ടാറ്റോയും ഗണ്ണും ഉപയോഗിച്ചൊന്നും അല്ല അധികം ആളുകളും അത് ചെയ്യുന്നത്. മറിച്ച് പരമ്പരാഗത മുള അല്ലെങ്കിൽ സ്റ്റീൽ സൂചികളൊക്കെ ഉപയോഗിച്ചാണ് ഈ ശരീരത്തിൽ അവർ ടാറ്റു ചെയ്യുക. അതും ശരീരത്തിലുടനീളം. ടാറ്റു ചെയ്ത ഭാഗത്ത് ഈ ജനനേന്ദ്രിയങ്ങൾ പോലും ഉൾപ്പെട്ടേക്കാം എന്ന് വരെ കേട്ടിട്ടുണ്ട്. ഇതൊന്നും സങ്കല്പിക്കാൻ പോലും ആവുന്നില്ലല്ലോ. യക്കൂസ സംസ്കാരത്തിന്റെ മറ്റൊരു സവിശേഷത ചെറുവിരലിന്റെ സന്ധി മുറിക്കുന്ന പാരമ്പര്യമാണ്. ഇതിനെ യുബിറ്റ്സും എന്നാണ് അവർ വിളിക്കുന്നത്. ഒരു യക്കൂസ അംഗം തന്റെ ബോസിനെ ധിക്കരിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ അനിഷ്ടപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ ക്ഷമാപണമായി യുബിറ്റ്സും നടത്തും. അതായത് അയാൾ തന്റെ ഇടത് ചെറുവിരലിന്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റി ബോസിന് സമർപ്പിക്കും. കൂടുതൽ ലംഘനങ്ങൾ മൂലം കൂടുതൽ വിരൽ സന്ധികൾ നഷ്ടപ്പെടും. ഈ ആചാരം ടോക്കുഗാവയുടെ കാലത്താണ് ഉത്ഭവിച്ചത്. വിരലുകളുടെ സന്ധികൾ നഷ്ടപ്പെടുന്നത് ഗുണ്ടാ സംഘത്തിന്റെ വാൾപിടി ദുർബലമാക്കും. സൈദ്ധാന്തികമായി അയാൾ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഗ്രൂപ്പിലെ മറ്റുള്ളവരെ കൂടുതൽ ആശ്രയിക്കുന്നതിലേക്ക് നയിക്കും.
ഇന്ന് പല യക്കൂസ അംഗങ്ങളും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വേണ്ടി കൃത്രിമ വിരലുകൾ ധരിച്ച് കാണപ്പെടാറുമുണ്ട്. പോകെ പോകെ യക്കൂസ കുടുംബങ്ങളായി സംഘടിക്കാൻ തുടങ്ങി. ഗ്രൂപ്പ് അംഗങ്ങൾ പരസ്പര സംരക്ഷണത്തിനായി ഐക്യപ്പെട്ടു. അവർ മേളകളിലെയും വിപണികളിലെയും ബൂത്തുകൾ നിയന്ത്രിക്കാൻ തുടങ്ങി. മോശം വ്യാപാരത്തിനും വഞ്ചനാപരമായ വിൽപ്പനയ്ക്കും പേര് കേട്ടവരായി. ജപ്പാന്റെ ചൂതാട്ട പാരമ്പര്യത്തിലും അവർ ഒരു പങ്ക് വഹിച്ചു. ഇനി 1800-കളിൽ ഒരു കാര്യം പറയാം. 1800-കളിൽ യക്കൂസ ആധുനികവൽക്കരിക്കാൻ തുടങ്ങി. നിർമ്മാണ ഡോക്ക് ജോലികളിൽ നിന്ന് അംഗങ്ങളെ നിയമിച്ചു. റിക്ഷ ബിസിനസ് പോലും നിയന്ത്രിക്കാൻ തുടങ്ങി. ഗ്രൂപ്പ് അംഗങ്ങൾ രാഷ്ട്രീയത്തിലും ഇറങ്ങി പുറപ്പെട്ടു. ചില രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും പക്ഷം ചേർന്നു. ഔദ്യോഗിക അനുമതിയോ കുറച്ച് സ്വാതന്ത്ര്യത്തിന് ലഭിക്കുന്നതിന് മുമ്പ് അവർ സർക്കാരുമായി സഹകരിച്ചു. 1990-കളിൽ യുദ്ധാനന്തര ജപ്പാനിലെ അമേരിക്കൻ അധിനിവേശ സേന യക്കൂസയെ അവരുടെ ജോലിക്ക് ഒരു പ്രധാന ഭീഷണിയായി കാണുകയും അവർ നന്നായി സംഘടിതരാണെന്നും ചില സർക്കാർ ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കുകയും ചെയ്തു. 1958-നും 63-നും ഇടയിൽ ഗ്രൂപ്പ് അംഗങ്ങളുടെ എണ്ണം 150% വർദ്ധിച്ച്, അതായത് 1,84,000 ജപ്പാനിലുടനീളം പ്രവർത്തിക്കുന്ന ഏകദേശം 5200 യക്കൂസ സംഘങ്ങൾ അവരുടെ പ്രദേശങ്ങൾ കൈവശപ്പെടുത്താനും തുടങ്ങി. അക്രമാസക്തമായ ഗുണ്ടാ യുദ്ധങ്ങൾ നടന്നു. ഈ സംഘങ്ങൾ നിരവധി ബിസിനസ്സുകൾ നിയന്ത്രിച്ചു. സങ്കീർണമായ ചൂതാട്ടത്തിലും വായ്പാ തട്ടിപ്പിലും ഏർപ്പെട്ടു. കായിക വിനോദങ്ങളിലും മറ്റ് വിനോദങ്ങളിലും വൻതോതിൽ നിക്ഷേപം നടത്തി. മയക്കുമരുന്ന്, പണം കടം കൊടുക്കൽ, കള്ളക്കടത്ത്, അശ്ലീലം എന്നിവയിലും ഒക്കെ അവർ ഏർപ്പെട്ടു. കൂടാതെ സമകാലിക ജപ്പാനിലെ ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും യക്കൂസയുടെ പങ്കാളിത്തം ചർച്ച ചെയ്യപ്പെടുന്നു. ഇന്ന് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ യക്കൂസ സിൻഡിക്കേറ്റുകൾ എന്ന് പറയുന്നത് കോബെ ആസ്ഥാനമായുള്ള യമഗുച്ചി ഗുമിയാണ്. ജപ്പാനിലെ സജീവമായ യക്കൂസകളിൽ പകുതിയോളം ഇതിൽ ഉൾപ്പെടുന്നു. ഒസാക്കയിൽ നിന്ന് ഉത്ഭവിച്ച് ഏകദേശം 20,000 അംഗങ്ങളുള്ള സുമിയോഷി ഒക്കെ ടോക്കിയോയിൽ നിന്നും യോക്കോഹമയിൽ നിന്നുമുള്ള 15,000 അംഗങ്ങളുള്ള ഇനാഗാവ കൈ എന്നൊക്കെയാണ് ഏറ്റവും വലിയ ചില സംഘടനകൾ. എന്നാൽ ഇവരിങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരു കൂട്ടമാണെങ്കിൽ പോലും ഒരു നാണയത്തിന് 2 വശങ്ങളുള്ളത് പോലെ തന്നെ യക്കൂസകൾക്കും 2 മുഖമുണ്ട്. അതായത് 1995 ജനുവരി 17-ന് ജപ്പാനിലുണ്ടായ വിനാശകരമായ കോബെ ഭൂകമ്പത്തിന് ശേഷം സംഘത്തിന്റെ ജന്മനഗരത്തിലെ ബാധിക്കപ്പെട്ടവരെ ആദ്യം സഹായിക്കാൻ ഓടിയെത്തിയത് യമഗുച്ചി ഗുമി ആയിരുന്നു. അതുപോലെ തന്നെ 2011-ലെ ഭൂകമ്പത്തിനും സുനാമിക്കും ഒക്കെ ശേഷം വ്യത്യസ്ത യക്കൂസ ഗ്രൂപ്പുകൾ ദുരിതബാധിത പ്രദേശത്തേക്ക് ട്രക്ക് ലോഡുകളിൽ ദുരിതബാധിതർക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ എത്തിച്ചു. അതുപോലെ തന്നെ ശക്തമായ യക്കൂസ സിൻഡിക്കേറ്റുകൾ തമ്പടിച്ചിരിക്കുന്ന കോബെയും ഒസാക്കയും പൊതുവെ രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ പട്ടണങ്ങളിൽ ഒന്നാണ്. അതിന്റെ കാരണം യക്കൂസ കൂട്ടത്തെ മറികടന്ന് ഒരു തരത്തിലുമുള്ള മറ്റ് ക്രിമിനലുകൾ അവിടേക്ക് കടക്കില്ല എന്നതാണ്. യക്കൂസയുടെ ഈ അത്ഭുതകരമായ സാമൂഹിക നേട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടും സമീപ ദശകങ്ങളിലൊക്കെ ജാപ്പനീസ് സർക്കാർ ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു വരികയാണ്. 1995 മാർച്ചിൽ ക്രിമിനൽ ഗുണ്ടാ അംഗങ്ങളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള നിയമം എന്ന പേരിൽ കർശനമായ പുതിയ റാക്കറ്റിംഗ് വിരുദ്ധ നിയമമൊക്കെ പാസാക്കി. 2008-ലാകട്ടെ ഒസാക്ക സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് യക്കൂസയുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ എല്ലാ ലിസ്റ്റ് ചെയ്ത കമ്പനികളെയും നീക്കം ചെയ്തു. 2009 മുതൽ രാജ്യത്തുടനീളമുള്ള പോലീസ് ഗുണ്ടാ സംഘ മേധാവികളെ അറസ്റ്റ് ചെയ്യുകയും ഗുണ്ടാ സംഘങ്ങളുമായി സഹകരിക്കുന്ന ബിസിനസ്സുകൾ അടച്ചുപൂട്ടുകയും ചെയ്തു. ജപ്പാനിൽ യക്കൂസ പ്രവർത്തനങ്ങൾ അടിച്ചമർത്താൻ പോലീസ് ഗൗരവമായി ശ്രമിക്കുന്നുണ്ട് എങ്കിലും സിൻഡിക്കേറ്റുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമാകാൻ സാധ്യതയില്ല. എല്ലാത്തിനുമുപരി അവർ 300 വർഷത്തിലേറെ നിലനിൽക്കുന്നവരാണ്. കൂടാതെ അവർ ജപ്പാനീസ് സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെയും പല വശങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരുമാണ്. അപ്പോൾ ഇവരാണ് എമ്പുരാനിൽ സാക്ഷാൽ ലാലേട്ടന്റെ എതിരാളികളായി എത്തുവാൻ പോകുന്ന തീത്ത് പൊന്ന ഡ്രാഗണുകൾ. ഇവരുടെ ചരിത്രം കേട്ടിട്ട് എന്ത് തോന്നുന്നു? ലാലേട്ടന് ഇവരെ നേരിടാൻ സാധിക്കുമോ? എന്തായാലും നിങ്ങളുടെ കമന്റുകൾ തീർച്ചയായും രേഖപ്പെടുത്തൂ. അതോടൊപ്പം നമ്മുടെ ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.